എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത്, ഈ അടുത്തായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് യൂണിവേഴ്സ് നിങ്ങളെ നോട്ടമിട്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അനോയിറ്റഡ് അല്ലെങ്കിൽ ചോസൺ വൺസ് എന്നുള്ളതിനെ ആ ഒരു രീതിയിലാണ് ഞാൻ ആ വീഡിയോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരുപാട് പേര് ഇത് കാണുകയും ആ ഒരു സ്പിരിച്വൽ പാത്തിൽ കൂടെ പോകുന്ന ആളുകൾ, ഒട്ടനവധി ആളുകൾ ഉണ്ടായതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിന് എതിരായിട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ തരുന്ന എല്ലാ തരത്തിലുമുള്ള പോസിറ്റിവിറ്റിയും ആ ഒരു സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ കണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സായിട്ടുള്ള എല്ലാ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ അനോയിറ്റഡ് അല്ലെങ്കിൽ ചോസൺ വൺസ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ നോട്ടമിട്ടിരിക്കുന്നു എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഈ ഒരു ജീവിതത്തിൽ ഈശ്വരൻ നമ്മളെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് ഈശ്വരൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളെ ആ ഒരു രീതിയിലൊക്കെ പ്യൂരിഫൈ ചെയ്ത് ഉയർത്തി നിർത്തുമ്പോൾ നമ്മൾക്ക് വേദനാജനകമായിട്ടുള്ള ഒരുപാട് അവസ്ഥയിലൂടെയും ദിവസങ്ങളിലൂടെയും കാലത്തിലൂടെയും ഒക്കെ നടന്നു പോകേണ്ടി വരും. അപ്പോൾ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ വരാൻ പോകുന്ന വിജയങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ ബ്രേക്ക് ത്രൂവിനെ കുറിച്ചോ നേരത്തെ കൂട്ടി നമ്മളുടെ അടുത്ത ആളുകളോട് പോലും പറയാൻ പാടില്ല. വളരെ ഗാർഡഡാക്കി അത് നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാലത്തിലൂടെയൊക്കെ കടന്നുപോയി. യൂണിവേഴ്സിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ നേരിട്ട്, അതിലെല്ലാം നമ്മൾ യൂണിവേഴ്സാണ് നമ്മളെ മുന്നിലോട്ട് നയിക്കുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സാണ് എല്ലാം എന്നുള്ള രീതിയിൽ നമ്മുടെ സോളിൻ്റെ ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ സോൾ കോളിംഗ് അല്ലെങ്കിൽ സോൾ വോയിസ് എന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ ആ വേദനകളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് യൂണിവേഴ്സിൻ്റെ ടെസ്റ്റ് എല്ലാം പാസ്സായിക്കൊണ്ട് നമ്മളൊരു തലം എത്തുമ്പോൾ യൂണിവേഴ്സിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഉയർത്തി നിർത്തുകയും അങ്ങനെ നമുക്ക് എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങളും സൈക്കിക് എബിലിറ്റീസും അല്ലെങ്കിൽ ദ റിയൽ ബ്രേക്ക് ത്രൂ സക്സസ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ള നമ്മുടെ ഒരു വിശ്വാസം അത് വരികയും ചെയ്യും. പക്ഷേ ഇതിങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നേ കൂട്ടി ആരോടും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം ചുറ്റും നിൽക്കുന്ന ആളുകൾ, ഇനി എത്ര അടുത്ത ആളുകളെന്ന് പറഞ്ഞാലും അവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ മറ്റു പലരോടുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു ഡബിൾ എനർജി, ഡാർക്ക് എനർജി ഒക്കെ വന്ന് നമ്മളുടെ ഉള്ളിലെ ആ തിരുനാളത്തിനെ ഊതിക്കെടുത്താനുള്ള സാഹചര്യം കൂടുതലായതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ഒരു സ്പിരിച്വൽ പാത്തിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ സോളിന് അത്രത്തോളം പരിശുദ്ധിയാണ് വരുത്തുന്നത്. അപ്പോൾ നമ്മളുടെ കർമ്മങ്ങളെല്ലാം നമ്മൾ തെറ്റോ ശരിയോ പൂർവ്വജന്മത്തിൽ ഒക്കെ ചെയ്ത കർമ്മങ്ങൾ നമ്മൾ പ്രായശ്ചിത്തമായിട്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി, അല്ലെങ്കിൽ യൂണിവേഴ്സിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ അറിയിച്ച് നമ്മളുടെ കർമ്മങ്ങളെയെല്ലാം നമ്മൾ മാറ്റിക്കൊണ്ട് പിന്നെ അതെല്ലാം ഒരു ധർമ്മമായി മാറുമ്പോൾ നമ്മളുടെ സോൾ അത്രത്തോളം പരിശുദ്ധമാകും. അപ്പോൾ നമുക്ക് ഒരുപാട് സ്പിരിച്വൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഗിഫ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് പല രീതിയിൽ നമ്മൾ കൈയെടുത്ത് ആർക്കെങ്കിലും വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുകയോ ഹീല് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അവർക്ക് വളരെ സൗഖ്യമാവുന്ന ആ ഒരു രീതിയിലുള്ള എബിലിറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് ആ അനുഗ്രഹങ്ങൾ ഒക്കെ കിട്ടുമ്പോൾ വളരെ വിശുദ്ധമായിട്ട് നമ്മളുടെ ശരീരവും മനസ്സും ആത്മാവും ചേരുന്ന ഇത് ഒരു ക്ഷേത്രം പോലെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുക. അല്ലാതെ ഈ കിട്ടിയ എബിലിറ്റീസ് എല്ലാം കൊണ്ട് സമൂഹത്തിന് ദോഷം വരണം, അല്ലെങ്കിൽ എന്നെ നേരത്തെ സമയത്ത് ഇന്ന ആൾ ഒരുപാട് പറ്റിച്ചു, വേദനിപ്പിച്ചു, അല്ലെങ്കിൽ എന്നെ അത്രത്തോളം എന്നെ ദ്രോഹിച്ചു, അപ്പോൾ ഈ എബിലിറ്റീസ് എല്ലാം കൊണ്ട് അവരെ തിരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള നെഗറ്റിവിറ്റി കൊടുക്കാമെന്നുള്ള രീതിയിൽ ഈ കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ആ രീതിയിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് ഈശ്വരൻ ഈ ഒരു ജന്മത്തിൽ എന്നെ സെലക്ട് ചെയ്ത് ഈ ഒരു സോളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുള്ളാവുക. നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഹാർട്ട് സ്പേസിൽ പരാശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സ് എപ്പോഴും കുടികൊള്ളുന്നുവെന്നും അതിനെ പൂജിച്ചും പ്രാർത്ഥിച്ചും നമ്മളുടെ ഈ കാണുന്ന മൈൻഡ്, ബോഡി, സോൾ എന്ന് പറയുന്നത് വളരെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കുക. ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിലും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും.
ചിലപ്പോൾ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് തന്നെ ഒരു വിരക്തി തോന്നി നമ്മൾ വെജിറ്റേറിയനിലേക്ക് പോകും. അല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് തിയേറ്ററിലൊക്കെ പോയിരുന്ന സിനിമ കാണുന്ന ആ ഒരു രീതിയിൽ നമ്മളുടെ ആ ഒരു ക്ലെയർ ഓഡിയൻസ് അത്തരത്തിലുള്ള സൈക്കിക് എബിലിറ്റീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അത്രയും കൂടിയ ശബ്ദങ്ങൾ ഫ്രീക്വൻസി നമുക്ക് കേൾക്കാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മൾ അതിൽ നിന്നെല്ലാം വിട്ടുമാറും. അങ്ങനെ പല തരത്തിലുള്ള സാക്രിഫൈസ് നമ്മൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവിടെയെല്ലാം യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സുമായിട്ട് അത്രയും നമ്മൾ കണക്റ്റഡായി അടുത്തടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത് കൊണ്ട് എപ്പോഴും നമ്മളെ തന്നെ ഒരു ക്ഷേത്രമായി വളരെ വിശുദ്ധമായി സൂക്ഷിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് മറ്റാരുമായിട്ടും ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ സ്പിരിച്വൽ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ പാർട്ടി കൂടെ ഒക്കെ പോകുന്ന സമയത്ത് ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ലെങ്കിൽ ഈഗോ ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെയൊക്കെ നടന്നു പോകേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുമുള്ള നെഗറ്റിവിറ്റി വന്നാണ് നമ്മളെ മൊത്തത്തിലൊന്ന് ട്വിസ്റ്റിങ് ആൻഡ് ടേണിങ് ഒക്കെ നടത്തി ആ ഈഗോയ്ക്ക് ഡെത്ത് സംഭവിക്കുന്നത്. അപ്പോൾ പണത്തിനായാലും നമ്മളുടെ എനർജിക്കാണെങ്കിലും നമ്മളുടെ പോസിറ്റിവിറ്റി ആണെങ്കിലും നമ്മളുടെ ബ്യൂട്ടി ആണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ വളരെ ഡൗൺ ആവും. അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ആ പണത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ട് ഒക്കെ ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയതിന് ശേഷം നമ്മൾ യൂണിവേഴ്സിൻ്റെ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് ഈശ്വരൻ്റെ ആ പാവനമായ പരിശുദ്ധമായ മനോഹരമായ കരങ്ങളിൽ നമ്മളെ ഇങ്ങനെ എടുത്തു വയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് അനുഗ്രഹ വർഷങ്ങളായിട്ട് എല്ലാ രീതിയിലും ഇൻഡിപെൻഡൻ്റായി നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ് എല്ലാം നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ കുറിച്ചൊന്നും മറ്റുള്ളവരോട് നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല. കാരണം ഇത്തരത്തിലുള്ളൊരു ചോസൺ വൺസ് അല്ലെങ്കിൽ അനോയിറ്റഡ് ആ ഒരു രീതിയിലൊക്കെ നിൽക്കുന്ന ആളുകൾ മിക്കവാറും ദേ വിൽ ബി സൂപ്പർ മാനിഫെസ്റ്റർ എല്ലാ രീതിയിലും. അപ്പം നമ്മൾ മറ്റൊന്നുമല്ല ചെയ്യുന്നത്, നമ്മളെപ്പോഴും ഈശ്വരനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെയാണ് വലിയ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ഇങ്ങനെ തന്ന് നമ്മളെ എപ്പോഴും വളരെ സൂക്ഷിച്ച് ഇങ്ങനെ ഒരബദ്ധം കൂടാതെ ഒരു പൗച്ചിൽ വെച്ചിരിക്കുന്ന കണക്കൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഇടപാട് കാര്യങ്ങളും ഒന്നും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിള് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഫാമിലി അവിടെയൊക്കെ നിങ്ങളെ ഉയർത്താതെ നിങ്ങളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്ത് അങ്ങനെയൊന്നുമില്ല ഈ പറയുന്നതൊക്കെ വെറും ഭ്രാന്ത പൊട്ടത്തരവ അങ്ങനെയൊന്നും ഈ ഭൂമിയിൽ അങ്ങനെ ഈശ്വരനോളം അല്ലെങ്കിൽ ഈശ്വരൻ ഇങ്ങനെ നമ്മളുടെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും കള്ളവ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗവ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ചുറ്റിനും ഉണ്ടെങ്കിൽ അവരെ എല്ലാം ഒന്ന് മാറ്റി നിർത്തുക. എനിക്കറിയാം ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് കേൾക്കുമ്പോൾ ഇതൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ട്രിഗറിങ് ഇഫക്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. അതൊരുപാട് പേര് ആ വീഡിയോ കണ്ടതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു പാർട്ടും കൂടെ ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു സോളിൻ്റെ എനർജി കൊണ്ട് ഞാനിത് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ അവരിൽ നിന്ന് മാറി നിൽക്കുക. എന്നിട്ട് യൂണിവേഴ്സിനോട് നമ്മളെ തന്നെ കൺസോൾ ചെയ്ത് പറയുക, അവർക്ക് അത്രത്തോളം വളർച്ച എത്തിയിട്ടില്ല. അവർ ഈ ഫിസിക്കൽ വേൾഡിൽ സാധാരണ ഒരു വ്യക്തിയായി നിൽക്കുമ്പോൾ നമ്മൾക്ക് ഫിസിക്കൽ വേൾഡും സ്പിരിച്വൽ വേൾഡും വളരെ ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് 3Dയിലും ചിലപ്പോൾ 4D 5D 6D 7Dയിലൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നത് കൊണ്ട് അവരുടെ ആ ഒരു ചെറിയ രീതിയിലുള്ളൊരു ഭൂമിയെ അല്ലെങ്കിൽ ചുറ്റിനുമുള്ളവരെ നോക്കിക്കാണുന്നതും നമുക്ക് കുറച്ചുകൂടി വൈഡായിട്ട് എല്ലാം കാണാൻ സാധിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾക്കറിയാവുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ മാറ്റി നിർത്തുക നമ്മളുടെ ജീവിതത്തിൽ നിന്ന്. പിന്നെയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാക്കിപത്രം പോലെ പറ്റുമെങ്കിൽ എപ്പോഴും വളരെ ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുക. ഒരു സോളിറ്റ്യൂഡ് മാനറിസത്തിലൂടെയൊക്കെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മളുടെ പവർ, നമ്മളുടെ പോസിറ്റിവിറ്റി, നമ്മളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മളുടെ ആ ഒരു ശക്തി എല്ലാം നമുക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് തീരുമ്പോൾ യൂണിവേഴ്സ്
നമ്മളുമായിട്ട് കണക്റ്റഡായി നിന്നുകൊണ്ട് എത്ര ഭംഗിയായിട്ടാണ് ഒരു കൈ അല്ലെങ്കിൽ ഒരു കരം അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് ആ ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചപ്പോൾ 10,000-കണക്കിന് കരങ്ങളും അല്ലെങ്കിൽ ശക്തിയോടെ യൂണിവേഴ്സ് എന്നെ ആ ദൗത്യം അല്ലെങ്കിൽ ആ വർക്ക് അല്ലെങ്കിൽ ആ ആക്ഷൻ ചെയ്യാൻ എന്നെ സഹായിച്ചു എന്ന് നമ്മൾക്ക് തോന്നുക. അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുള്ളായി നിന്നുകൊണ്ട് എപ്പോഴും യൂണിവേഴ്സുമായിട്ട് വളരെ അലൈൻ ആയി അല്ലെങ്കിൽ കണക്റ്റഡായി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സോളിറ്റ്യൂഡ് മാനറിൽ വളരെ ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പല രീതിയിലുള്ള സാക്രിഫൈസും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളുക. പിന്നെയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇമോഷണൽ റെസ്പോൺസിനോടുള്ള ആ ഒരു വിസ്ഡം. പല ആളുകളും വന്ന് നമ്മളുടെ അടുത്ത് പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്ന കാര്യത്തിൻ്റെ വൈകാരികതയെ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ആളോട് നമുക്ക് ദേഷ്യം, അടുത്ത ആളോട് നമുക്ക് അസൂയ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മോശമായിട്ട് ഗോസിപ്പ് പറയുകയാണെങ്കിൽ അവിടെ നമുക്കൊരു വരുന്ന ഒരു ട്രിഗറിങ് ഇഫക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ അങ്ങ് ദേഷ്യം വരുന്നൊരവസ്ഥ, ഇതെല്ലാം നമ്മൾ മാറ്റിക്കൊണ്ട് ഇമോഷണൽ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെ ബാലൻസ് ചെയ്ത് നിർത്താനുള്ള നമ്മളുടെ ആ ഒരു ശേഷി അല്ലെങ്കിൽ അറിവ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു ലൈഫ് ലെസൺസ്, അതിലെല്ലാം നമ്മൾ നിന്നുകൊണ്ട് നമ്മളുടെ ബോഡി മൈൻഡ് സോൾ എന്ന് പറയുന്ന ഇതിനെ വളരെ ബാലൻസ് ചെയ്ത് വളരെ കൂളായി വളരെ കാമായി നിന്നുകൊണ്ട് ഇതൊന്നും എന്നെ അങ്ങനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല, എന്ത് കാര്യം വന്നാലും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അവിടെ നിന്ന് നമ്മൾ മാറിപ്പോയേക്കുക. അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുക, നമ്മളെ തന്നെ ഒന്ന് തൊട്ടറിയുക, വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ ഓരോ ആക്ഷനെയും നമ്മൾ തന്നെ ഒന്ന് അനാലിസിസ് ചെയ്യുക, നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസവും പുറത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിൻ്റെ ഭംഗിയൊന്ന് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ നമ്മൾ വളരെ സോളിറ്റ്യൂഡായിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് നമ്മളിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മളുടെ ഇമോഷൻസിനെ വളരെ താഴ്ത്തി വയ്ക്കുമ്പോഴാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വളരെ ഉയരത്തിൽ നിൽക്കുന്നത്. അപ്പോൾ മുന്നിൽ വരുന്ന ഒരാൾ എന്തിനാണ് എൻ്റെ മുന്നിൽ വന്നത്, ഇപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്തിനാണ് നമുക്ക് തന്നതെന്ന് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരികയും കാണിച്ചു തരികയും അതിനനുസരിച്ച് നമുക്ക് തിരിച്ചതിന് മറുപടി കൊടുത്ത് ടാക്കിൾ ചെയ്ത് ആ ഒരു സിറ്റുവേഷനെ നമുക്ക് വളരെ വിജയകരമായിട്ട് നീങ്ങിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൻ്റെ മുന്നോട്ട് നമുക്ക് നടക്കാനായിട്ട് സാധിക്കും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഈശ്വരൻ നമ്മളിലൂടെ സദാ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന് ആ വലിയ ശക്തി നമ്മളിലൂടെ പ്രതിപ്രവർത്തിക്കുമ്പോൾ നമുക്കൊരുപാട് പേരെ സഹായിക്കാനായിട്ട് കഴിയും. അപ്പം നമ്മൾ വളരെ ഹമ്പിളാവുക, അങ്ങനെ നമ്മൾ ഒരു ചാരിറ്റി പോലെ നമുക്ക് പറ്റുന്ന ആളുകളെല്ലാം സഹായിക്കുക. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യാൻ പാടില്ല. ആരെന്ത് സഹായത്തിന് വന്നാലും അവരുടെ സഹായം എന്തോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇനി അവർ വരുന്ന ആളുകൾ ഹൈ ടോക്സിക് അല്ലെങ്കിൽ നാർസിസ്റ്റ് ആ ഒരു രീതിയിൽ നമുക്കറിയില്ല, നമ്മുടെ ചുറ്റിന് നിൽക്കുന്ന ആളുകളെല്ലാം അത്തരത്തിലുള്ള ആളുകളായതുകൊണ്ട് വരുന്ന ആളുകളുടെ നോക്കുമ്പോൾ നമുക്ക് സോളിൻ്റെ ഡെപ്ത് അറിയാം. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകളെ നമ്മൾക്ക് തന്നെ ഒരു സഫക്കേഷൻ തോന്നുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മളുടെ എനർജി ലൂസ് ഔട്ട് ആവുന്ന ഒരു അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സഹായിക്കുന്നതിന് പകരം നമ്മൾ അവരിൽ നിന്ന് മാറിപ്പോവുക. അങ്ങനെ നമ്മൾ വളരെ ഹമ്പിളായിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ചാരിറ്റി ചെയ്തു കൊടുക്കുക, അതിലെല്ലാം യൂണിവേഴ്സിനോട് വളരെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക, വളരെ ഗ്രേറ്റ്ഫുൾ ആവുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് വളരെ പ്രൊട്ടക്റ്റഡ് ആക്കി വയ്ക്കുക. നമ്മൾ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്നു, നമ്മൾ വളരെ ഓറയൊക്കെ വളരെയധികം പവർഫുള്ളാണ് എന്ന് പറഞ്ഞാലും പല ആളുകളും പല രീതിയിൽ നമ്മളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മളുടെ ചുറ്റിന് നിൽക്കുന്ന എല്ലാവരുടെയും ആവശ്യം എന്ന് പറഞ്ഞാൽ അവരുടെ രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ അവരുടെ ആ ഒരു രീതിയിൽ നമ്മളെ കോക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റിമെൻറ്റ്സ് അടിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ഉപദേശത്തിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ ഏത് രീതിയിലായാലും ആ ഒരു നമ്മളുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ഇവരിൽ നിന്നെല്ലാം നമ്മൾ കുറച്ച് സ്പേസ് അകലം പാലിച്ച് നിൽക്കുക. അങ്ങനെ അകലം പാലിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് യൂണിവേഴ്സുമായിട്ട് ഒരകലവുമില്ലാതെ അടുത്ത് നിൽക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് യൂണിവേഴ്സുമായിട്ട് അടുത്ത് നിൽക്കുമ്പോൾ യൂണിവേഴ്സിൻ്റെ ആ വെളിച്ചം കൊണ്ട് നമുക്ക് മുന്നോട്ട് നമ്മളുടെ ജീവിത യാത്രയിൽ ആ വഴി നമുക്കിങ്ങനെ തുറന്നു തരിക.
ഈ പറയുന്നതൊന്നും നമുക്ക് സ്വാർത്ഥതയല്ല. നമ്മൾ ആ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ എല്ലാം നടന്ന് കടന്ന് ഒക്കെ ഇവിടെ വരെ എത്തുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെയും ആ ഒരു സൈക്കിളിൽ കിടന്നിങ്ങനെ ചുറ്റിക്കറങ്ങി എപ്പോഴും വളരെ ഡ്രെയിൻ ചെയ്ത് നമ്മളുടെ എനർജി വളരെ ലൂസ് ഔട്ട് ആയിക്കൊണ്ട് നമുക്കൊന്നും പറ്റാത്ത രീതിയിൽ നമ്മുടെ സോൾ കോളിംഗ് അത് ചെയ്യണം, അങ്ങോട്ട് പോകണം, ആ ഒരു രീതിയിൽ ജീവിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെയും ഈ തെറ്റായ രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തമ്മിലൊരു ക്ലാഷാണ് ഉള്ളിൽ നടക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. നെഗറ്റിവിറ്റി തോന്നണ്ട, ട്രിഗറിങ് ആവണ്ട. ഇനി എന്തെങ്കിലും തരത്തിലുള്ള കമൻസ് അറിയിക്കണമെങ്കിൽ എഴുതിക്കൊള്ളുക. അറിയുന്ന കാര്യങ്ങൾ സത്യമായ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.